അനുസരണത്തിൽ കുറവ് വരരുത്. അനുസരണം കുറവ് വന്നാൽ തൃപ്തിക്കേട് മാത്രമല്ല, ചെലവ് പോലും കൊടുക്കേണ്ടതില്ലാത്ത അവസ്ഥ വരൂലേ. അനുസരണക്കേടിനെ പറ്റിയല്ലേ നുഷൂസ് എന്ന് ഫിഖ്ഹിൽ പറഞ്ഞത്. പിണക്കം എന്ന് പറഞ്ഞത് സംസാരിക്കാതിരിക്കുക എന്നതല്ല. പിണക്കത്തിന് കുറെ വിഷയങ്ങൾ പറഞ്ഞെടുത്ത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുക. ഭർത്താവിന്റെ തൃപ്തി പുറപ്പെടാതിരിക്കലാണെങ്കിൽ ക്ഷമിച്ച് സഹിച്ച് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ മുകളിൽ താമസിക്കുന്ന ഭാര്യയോട് താഴെ താമസിക്കുന്നു ബാപ്പയും ഉമ്മയും, ആരുടെ ബാപ്പ ആരുടെ ഉമ്മ, ഈ ഭാര്യയുടെ ഉമ്മയും ബാപ്പയും താഴെയുണ്ട്. മുകളിലെ തട്ടിൽ താമസിക്കുന്നു മരുമകനും മകളും. ആ ഭാര്യയോട് ഭർത്താവ് ജോലിക്ക് പോകുമ്പോ പറഞ്ഞു, അല്ലാ തൻസലി മിനൽ ഉലുവി ഇല സുഫിലി, മുകളിൽ നിന്ന് തായോട്ട് ഇറങ്ങരുത്, ഞാൻ വരും വരെ തായോട്ട് ഇറങ്ങരുത്. സ്വന്തം ബാപ്പ രോഗബാധിതനായി, ഖിദ്മത്തെടുക്കാൻ പലരും ഉണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള കാലമാണ്. ഈ പെണ്ണൊരാളെ പറഞ്ഞയച്ചു, ഭർത്താവ് പോകുമ്പോ മേലെന്ന് തായോട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും എന്റെ ഭർത്താവും ബാപ്പയുമായിട്ടൊരു പണക്കവുമില്ല, ഇങ്ങനൊരു നിർദ്ദേശം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്നത്തെ പോലെ ബന്ധപ്പെടാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ, ജോലിക്ക് പോയതല്ലേ, കുറെ ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. പക്ഷേ ഉപ്പ രോഗബാധിതനായിട്ടുണ്ടൊന്ന് കാണാൻ ഇറങ്ങട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, നിന്റെ ഭർത്താവിന് നീ അനുസരിച്ചോ. ബാപ്പാനോട് വെറുപ്പുണ്ടായിട്ടല്ല, ഉമ്മാനോട് വെറുപ്പുണ്ടായിട്ടല്ല, അവരെ നോക്കരുത് എന്ന് കൽപ്പിക്കാനും അല്ല, നന്നായി ഭർത്താവിനെ അനുസരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ എത്ര ക്ഷമ വേണം, എത്ര ക്ഷമയിൽ അനുസരിക്കണം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബാപ്പ മരണപ്പെട്ടു. ബാപ്പാന്റെ മുഖത്തേക്ക് അവസാനത്തൊരു നോക്കാൻ ആർക്കാണ് താല്പര്യമില്ലാതിരിക്കുക. രണ്ടാമതും ആ സഹോദരി പറഞ്ഞയച്ചു ആളെ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി പഴയത് തന്നെയാണ്, ഇതൊരു ക്രൂരതയാണെന്ന് ചിന്തിക്കരുത്. അനുസരണത്തിന്റെ പാരമ്യതയാണ് ഈ പറയുന്നത്. നല്ല സ്വബറോട് അനുസരിക്കാൻ കഴിയണം. ഭർത്താവിനെ അനുസരിച്ചോ സന്തോഷമുണ്ട്. ആ ബാപ്പയെ കൊണ്ടുപോയി മറവ് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നാലിന്ന സ്ഥലത്ത് വീടിന്റെ മുകളിൽ താമസിക്കുന്ന ഒരു സഹോദരിയുണ്ട്. ഭർത്താവിന്റെ വാക്ക് അക്ഷരം പ്രതി സ്വീകരിച്ച് തന്റെ ബാപ്പയെ ഒരു നോക്കുപോലും കാണാൻ മുകളിൽ നിന്ന് തായോട്ടിറങ്ങാതെ ഇറങ്ങരുത് എന്ന് ഭർത്താവ് നിർദ്ദേശിച്ചത് ഇവർ തമ്മിൽ കംപ്ലൈന്റ് ഉണ്ടായിട്ടല്ല, വിഷമുണ്ടായിട്ടല്ല, ഒരു നിർദ്ദേശം അങ്ങനെ വെച്ചതാണ്. അത് പാലിക്കാൻ അത്രയും ക്ഷമിച്ചതുകൊണ്ട് ആ പെണ്ണിനോട് പോയി